സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലിനെ തുടർന്ന് ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്ക് ഇൻസാഫ് അധ്യക്ഷനുമായ ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾക്കകം ജയിലിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. എന്നാൽ മണിക്കൂറുകൾ നീണ്ട വിശദമായ പരിശോധനകൾക്ക് ശേഷം അദ്ദേഹം ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും അധികൃതർ അദ്ദേഹത്തെ തിരികെ റാവൽപിണ്ടിയിലെ അദിയാല ജയിലിലേക്ക് മാറ്റുകയുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഇമ്രാൻഖാന്റെ ആരോഗ്യനില വഷളാവുകയാണെന്നും അദ്ദേഹത്തിന് ആവശ്യമായ വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നില്ലെന്നും കാണിച്ച് കുടുംബവും PTI പാർട്ടിയും ഉന്നയിച്ച തുടർച്ചയായ പരാതികളെ തുടർന്നാണ് സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ടത്. തടവുകാരന്റെ ജീവനും ആരോഗ്യത്തിനും അന്തസ്സിനും സുരക്ഷയ്ക്കും സംരക്ഷണം നൽകേണ്ടത് ഭരണഘടനാപരവും നിയമപരവുമായ ബാധ്യതയാണെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ച് 48 മണിക്കൂറിനുള്ളിൽ ഇമ്രാൻഖാനെ ആശുപത്രിയിലെത്തിച്ച് മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഉത്തരവിടുകയായിരുന്നു. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 20-നും 21-നും ഇടയിലുള്ള രാത്രിയിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ ഷിഫ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അദിയാല ജയിലിന്റെ 1-ാം നമ്പർ ഗേറ്റിൽ നിന്ന് പോലീസിന്റെയും കവചിത വാഹനങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ഈ യാത്ര. ആശുപത്രിയും പരിസര പ്രദേശങ്ങളും പോലീസും സുരക്ഷാ സേനയും പൂർണ്ണമായി ഉപരോധിക്കുകയും റോഡിലെ ഗതാഗതം ക്ലിയർ ചെയ്യുകയും ചെയ്തു. തടവുകാരനെ ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധനകൾ പൂർത്തിയാക്കിയതായി പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്താഉള്ള തരാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഒരു നേത്രരോഗ വിദഗ്ധൻ, കാർഡിയോളജിസ്റ്റ്, ഫിസീഷ്യൻ എന്നിവരടങ്ങുന്ന പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് ഇമ്രാൻഖാനെ പരിശോധിച്ചത്. ഇമ്രാൻഖാന്റെ വ്യക്തിഗത ഡോക്ടറായ ഫൈസൽ സുൽത്താനും ഈ മെഡിക്കൽ ബോർഡിന്റെ ഭാഗമായിരുന്നു. പരിശോധനകൾക്ക് ശേഷം ഇമ്രാൻഖാൻ മെഡിക്കലി ഫിറ്റ് ആണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് നൽകി. ഈ മെഡിക്കൽ പരിശോധനകളും ചികിത്സാ നടപടികളും നടക്കുമ്പോൾ ഇമ്രാൻഖാന്റെ സഹോദരി ഉസ്മ ഖാൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ഇമ്രാന് കുടുംബാംഗങ്ങളെ കാണാൻ അവസരം ലഭിക്കുന്നത്. നേരത്തെ ചൊവ്വാഴ്ച രാത്രി സഹോദരി അസ്മ ഖാനും ജയിലിലെത്തി ഇമ്രാനെ കണ്ടിരുന്നു. 73 വയസ്സുള്ള ഇമ്രാൻഖാൻ ജയിൽവാസത്തിനിടെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകരും കുടുംബവും ചൂണ്ടിക്കാണിച്ചിരുന്നു. കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും ജയിൽ അധികൃതർ കൃത്യസമയത്ത് നടപടിയെടുക്കാത്തതിനാൽ വലതുകണ്ണിന്റെ കാഴ്ചശക്തി 15% കുറഞ്ഞുവെന്നും മുൻപ് അഭിഭാഷകർ ആരോപിച്ചിരുന്നു. കൂടാതെ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ആരിഫ് ആൽവി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഇമ്രാന്റെ ആരോഗ്യനില ആശങ്കാജനകമാണെന്നും രക്തസമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. അഴിമതി കേസിലും സർക്കാർ സമ്മാനങ്ങൾ വിറ്റഴിച്ച കേസിലും ഉൾപ്പെടെ 100-ലധികം കേസുകൾ നേരിടുന്ന ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് 5 മുതൽ ജയിലിൽ കഴിയുകയാണ്. തനിക്കെതിരെയുള്ള കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇമ്രാന്റെ നിലപാട്. ഇമ്രാനും ഭാര്യ ബുഷ്ര ബീബിക്കും കേസിൽ 17 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്.